നമസ്തേ, പ്രവാസി നിരത്തിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. എം ശിവശങ്കറിനെ വീണ്ടും ചോദ്യം ചെയ്യും. എൻഐഎ സംഘം ശിവശങ്കരെയും സ്വപ്നയും ഇന്ന് ചോദ്യം ചെയ്തത് 9 മണിക്കൂറിലധികം. ഇരുവരിൽ നിന്നും നിർണായക വിവരങ്ങൾ ലഭിച്ചെന്ന് സൂചന. കിറ്റ്കോ മുൻ MD സിറേക് ഡേവിസിന്റെ വീട്ടിൽ CBI റെയ്ഡ്. പരിശോധന CSR ഫണ്ടുമായി ബന്ധപ്പെട്ട് 55 ലക്ഷം രൂപയുടെ തിരിമറി നടത്തിയെന്ന പരാതിയിൽ. ജലീലിന്റെ രാജിക്കായി സംസ്ഥാന വ്യാപക പ്രതിഷേധം. കലക്ടറേറ്റുകളിലേക്ക് യുവമോർച്ച മാർച്ച്. പട്ടികജാതി മോർച്ചയുടെ സെക്രട്ടേറിയറ്റ് മാർച്ചിന് നേരെ പോലീസ് അതിക്രമം. ഇടതുമുന്നണിയെ അടിക്കാനുള്ള വടിയല്ല CPI എന്ന് കാനം. മഹാകവി അക്കിത്തം ജ്ഞാനപീഠത്തിൽ പാലക്കാട് കുമരനെല്ലൂരിലെ വസതിയിൽ നടന്ന ചടങ്ങിൽ പുരസ്കാരം സമർപ്പിച്ചു. മലയാള സാഹിത്യത്തിലെ കുലപതിയുടെ പുരസ്കാരദാന ചടങ്ങ് ഉദ്ഘാടനം ചെയ്ത മുഖ്യമന്ത്രി. അക്കിത്തം 20-ാം നൂറ്റാണ്ടിന്റെ ഇതിഹാസമെന്ന മുഖ്യമന്ത്രി. അക്കിത്തം കാലഘട്ടത്തിന് മുൻപേ നടന്ന കവിയെന്ന് കേന്ദ്രമന്ത്രി വി മുരളീധരൻ. ഋഷിതുല്യനായ കവിയെന്ന് ജെ നന്ദകുമാർ. സംസ്ഥാനത്ത് പ്രതിദിന കൊറോണ ബാധിതർ 6000 കടന്നു. ഇന്ന് സ്ഥിരീകരിച്ചത് 6324 പേർക്ക്. സമ്പർക്കത്തിലൂടെ മാത്രം 5949 രോഗികൾ. 21 മരണം കൂടി സ്ഥിരീകരിച്ചു. കോഴിക്കോടും തിരുവനന്തപുരത്തും സ്ഥിതി അതീവ ഗുരുതരം. കുവൈറ്റിൽ കൊറോണ ബാധിച്ച് ഒരു മലയാളി കൂടി മരിച്ചു. ബംഗളൂരുവിൽ 30 ഇടങ്ങളിൽ NIA റെയ്ഡ്. പരിശോധന. DJ ഹള്ളിയിലെ കലാപവുമായി ബന്ധപ്പെട്ട് ഗൂഢാലോചനയുടെ മുഖ്യ സൂത്രധാരൻ സയ്യിദ് സാദിഖ് അലി അറസ്റ്റിൽ. കലാപം അരങ്ങേറിയത് കോൺഗ്രസ് MLAയുടെ ബന്ധുവിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിന്റെ പശ്ചാത്തലത്തിൽ. IAS നേടാൻ വ്യാജ വരുമാന സർട്ടിഫിക്കറ്റ് ഹാജരാക്കിയതിൽ ആസിഫ് K. യൂസഫിനെതിരെ വീണ്ടും അന്വേഷണം. അഡീഷണൽ ചീഫ് സെക്രട്ടറി ആശാ തോമസിന് അന്വേഷണ ചുമതല. ആസിഫിന് കുറ്റാരോപണ മെമ്മോ നൽകും. IPLൽ ബാംഗ്ലൂരിനെതിരെ പഞ്ചാബ് മികച്ച സ്കോറിലേക്ക്. യോഗേഷ് രാഹുലിന് അർദ്ധ സെഞ്ചുറി. മുൻ ഓസ്ട്രേലിയൻ ക്രിക്കറ്റ് താരവും കമന്ററേറ്ററുമായ ഡീൻ ജോൺസ് അന്തരിച്ചു. മരണം ഹൃദയാഘാതത്തെ തുടർന്ന് മുംബൈയിൽ. വിട പറഞ്ഞത് ക്രിക്കറ്റിലെ വേറിട്ട ബാറ്റിംഗ് ശൈലിക്കുടമ. വിശദമായ വാർത്തയിലേക്ക്. മുഖ്യമന്ത്രിയുടെ മുൻ പ്രിൻസിപ്പൽ സെക്രട്ടറി M. ശിവശങ്കറിനെയും സ്വപ്നയെയും ഒരേ സമയം ചോദ്യം ചെയ്ത് NIA സംഘം ഇരുവരെയും ചോദ്യം ചെയ്തത് 9 മണിക്കൂറിലധികമാണ്. ഇരുവരിൽ നിന്നും നിർണായക വിവരങ്ങൾ ലഭിച്ചെന്നാണ് സൂചന. രാവിലെ 11 മണിയോടെയാണ് മുഖ്യമന്ത്രിയുടെ മുൻ പ്രിൻസിപ്പൽ സെക്രട്ടറി M. ശിവശങ്കരൻ കൊച്ചി NIA ഓഫീസിലെത്തിയത്. മുമ്പ് 2 തവണയായി 14 മണിക്കൂർ NIA ശിവശങ്കരനെ ചോദ്യം ചെയ്തിരുന്നു. ശിവശങ്കരൻ ചോദ്യം ചെയ്യലിൽ പലതും മറച്ചുവെക്കുന്നുണ്ടെന്നും കൂടുതൽ തെളിവുകൾ ശേഖരിച്ച ശേഷം വീണ്ടും വിളിച്ചു വരുത്തുമെന്നും അന്വേഷണ സംഘം നേരത്തെ അറിയിച്ചിരുന്നു. ഡിജിറ്റൽ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ചോദ്യം ചെയ്തപ്പോൾ സ്വപ്ന നടത്തിയ കൂടുതൽ വെളിപ്പെടുത്തലുകളുടെയും സ്വപ്നയുടെ ഫോണിൽ നിന്ന് തിരിച്ചെടുത്ത വാട്സാപ്പ് ചാറ്റുകളുടെയും അടിസ്ഥാനത്തിലായിരുന്നു തുടർ നടപടികൾ. സ്വപ്നയുടെ ലാപ്ടോപ്പിലും ഫോണിലും M. ശിവശങ്കരനുമായുള്ള ഇടപാടുകൾ വ്യക്തമാക്കുന്ന തെളിവുകൾ NIAക്ക് ലഭിച്ചിരുന്നു. സ്വപ്നയ്ക്കൊപ്പം ഇരുത്തിയും പ്രത്യേകമായും ചോദ്യം ചെയ്ത് മൊഴികളിലെ വൈരുദ്ധ്യങ്ങൾ കണ്ടെത്തി. നേരത്തെ കസ്റ്റംസും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റും ശിവശങ്കരനെ ചോദ്യം ചെയ്തിരുന്നു. സ്വപ്ന ദുരൂഹ ഇടപാടുകളുള്ളയാളാണെന്നും ഇരുവരും വിദേശത്തുൾപ്പെടെ കൂടിക്കാഴ്ച നടത്തിയതും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റും നേരത്തെ കണ്ടെത്തിയിരുന്നു. ജനം, കൊച്ചി. കിറ്റ്കോയിലെ CSR ഫണ്ടുമായി ബന്ധപ്പെട്ട തിരിമറിയിൽ മുൻ MD സിറേക് ഡേവിസിന്റെ വീട്ടിലുൾപ്പെടെ റെയ്ഡ്. കിറ്റ്കോയുടെ ഉന്നത ഉദ്യോഗസ്ഥരെ പ്രതികളാക്കി നേരത്തെ കേസ് രജിസ്റ്റർ ചെയ്തിരുന്നു. ഇതിന് പിന്നാലെയാണ് നടപടി. CSR ഫണ്ട് തിരിമറിയുമായി ബന്ധപ്പെട്ടാണ് കിറ്റ്കോ മുൻ MD സിറേക് ഡേവിസ് അടക്കമുള്ളവരുടെ വീട്ടിൽ CBI റെയ്ഡ് നടന്നത്. CSR ഫണ്ടിൽ നിന്ന് 55 ലക്ഷം രൂപ തിരിമറി നടത്തിയെന്നാണ് കേസ്. കിറ്റ്കോയിലെ ക്രമക്കേടുകളെക്കുറിച്ച് സാമൂഹ്യ പ്രവർത്തകനായ ശിവകുമാർ നൽകിയ പരാതിയിലാണ് തുടർ നടപടികൾ. കിറ്റ്കോയിൽ ക്രമക്കേട് നടന്നതായാണ് CBIയുടെ പ്രത്യേക അന്വേഷണത്തിൽ വ്യക്തമായത്. വനവാസി ക്ഷേമത്തിനായുള്ള തുക വിവിധ ക്രിസ്ത്യൻ സംഘടനകൾക്ക് വീതിച്ചു നൽകിയെന്നായിരുന്നു പരാതി. വനവാസികൾക്ക് ഈറ്റ ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കാനും തേനീച്ച വളർത്താൻ പരിശീലനം നൽകാനും തുക നൽകിയെന്നാണ് രേഖകൾ. കിറ്റ്കോയുടെ ഉന്നത ഉദ്യോഗസ്ഥരെ പ്രതികളാക്കി നേരത്തെ കേസ് രജിസ്റ്റർ ചെയ്തിരുന്നു. CSR ഫണ്ട് സ്വീകരിക്കാൻ വഴിവിട്ട മാർഗം സ്വീകരിച്ച രാജഗിരി കോളേജ് ഓഫ് സോഷ്യൽ സയൻസും വിവാദത്തിലാണ്. ജനം, കൊച്ചി. മന്ത്രി KT ജലീലിന്റെ രാജി ആവശ്യപ്പെട്ട് യുവമോർച്ച സെക്രട്ടേറിയറ്റിന് മുന്നിൽ നടത്തിയ 24 മണിക്കൂർ രാപ്പകൽ സമരം അവസാനിച്ചു.
ഇതിനിടെ പട്ടികജാതി മോർച്ചയുടെ സെക്രട്ടേറിയറ്റ് മാർച്ചിന് നേരെ പോലീസ് അതിക്രമം അഴിച്ചുവിട്ടു. ജലീലിന്റെ രാജി ആവശ്യപ്പെട്ടുള്ള സമരം വരും ദിവസങ്ങളിലും തുടരുമെന്ന് BJP വ്യക്തമാക്കി. മന്ത്രി KT ജലീലിന്റെ രാജി ആവശ്യപ്പെട്ട് യുവമോർച്ച നടത്തിയ 24 മണിക്കൂർ രാപ്പകൽ സമരം രാവിലെ 11 മണിക്ക് അവസാനിച്ചു. യുവമോർച്ച സംസ്ഥാന അധ്യക്ഷൻ പ്രഫുൽ കൃഷ്ണന്റെ നേതൃത്വത്തിലാണ് രാപ്പകൽ സമരം നടത്തിയത്. മന്ത്രി KT ജലീലിനെ CPM സംരക്ഷിക്കുകയാണെന്ന് പ്രഫുൽ കൃഷ്ണൻ ആരോപിച്ചു. മുഖ്യമന്ത്രി, ഇവിടുത്തെ ഇടതുപക്ഷ മന്ത്രിമാർ, ഇവിടുത്തെ CPM-ന്റെ നേതൃത്വം KT ജലീലിനെ സംരക്ഷിക്കുകയാണ്. KT ജലീലിന് വേണ്ടി വിടുപണി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സമരത്തിന്റെ സമാപന സമ്മേളനം BJP സംസ്ഥാന സെക്രട്ടറി അഡ്വക്കേറ്റ് P. സുധീർ ഉദ്ഘാടനം ചെയ്തു. അതിനിടെ ജലീലിന്റെ രാജി ആവശ്യപ്പെട്ട BJP പട്ടികജാതി മോർച്ച സംഘടിപ്പിച്ച സെക്രട്ടേറിയറ്റ് മാർച്ചിലും സംഘർഷമുണ്ടായി. പ്രവർത്തകർക്ക് നേരെ പോലീസ് ജലപീരങ്കി പ്രയോഗിക്കുകയും ലാത്തി വീശുകയും ചെയ്തു. സ്വർണ്ണക്കടത്തിൽ ആരോപണ വിധേയനായ മന്ത്രി KT ജലീൽ രാജിവെക്കും വരെ പ്രക്ഷോഭം തുടരുമെന്ന് BJP ജില്ലാ അധ്യക്ഷൻ VV രാജേഷ് പറഞ്ഞു. ഈ ഉമ്മാക്കിയൊന്നും കാണിച്ച് പേടിക്കുകയണ്ട. ഞങ്ങൾ നാളെ ഞങ്ങൾ ഇവിടെ തിരിച്ചു വരും. നാളെ വളരെ ശക്തമായിട്ട് മാർച്ചിന് ഞങ്ങൾ ആഹ്വാനം ചെയ്യുകയാണ്. നാളെ അതിശക്തമായിട്ട് ഇവിടെ BJPയുടെ പ്രതിഷേധ പരിപാടികൾ ഉണ്ടാകും. ഇവിടെയുള്ള മുഴുവൻ പോലീസുകാരെയും ഇറക്കിക്കോ. തൻ്റെ ഇടമുണ്ടെങ്കിൽ നേരിട്ടോ. അത് ഇന്ന് നിങ്ങളിവിടെ കാണിച്ച തോന്നിയാസത്തിന് പകരമായിട്ടാണ് നാളത്തെ പരിപാടികൾ ആഹ്വാനം ചെയ്യുന്നത്. തൻ്റെ ഇടമുണ്ടെങ്കിൽ കേരള പോലീസിനെയും പിണറായി വിജയനെയും DGP ലോക്നാഥ് ബെഹ്റ എന്ന് പറയുന്ന ആ കഴിവുകെട്ട ഓഫീസറെയും മുഖത്ത് നോക്കി വെല്ലുവിളിക്കുന്നു. നാളെ ഇന്ന് വരെ തല്ലിയ നിങ്ങൾ നാളെ ഇറക്കിക്കോ. BJPയുടെ സകല ശക്തിയും ഞങ്ങളിവിടെ കാണിക്കാം. നമുക്ക് ആ രീതിയിൽ തന്നെ നോക്കാം. ജനം, തിരുവനന്തപുരം. UAE-യിൽ നിലനിന്നിരുന്ന വിസ നിയന്ത്രണങ്ങളിൽ ഇളവ് അനുവദിച്ചു. രാജ്യത്ത് വിസകൾ വീണ്ടും അനുവദിച്ചു തുടങ്ങി. UAE-യിൽ നിലനിന്നിരുന്ന പ്രവേശന നിയന്ത്രണങ്ങൾ നീക്കം ചെയ്തതായി അധികൃതർ അറിയിച്ചു. വിസകൾ വീണ്ടും അനുവദിച്ചു തുടങ്ങിയതായി ഫെഡറൽ അതോറിറ്റി ഫോർ ഐഡന്റിറ്റി ആൻഡ് സിറ്റിസൺഷിപ്പ് വ്യക്തമാക്കി. എന്നാൽ വർക്ക് പെർമിറ്റ് തൽക്കാലം അനുവദിക്കില്ലെന്നും അധികൃതർ അറിയിച്ചു. കൊറോണ സുരക്ഷ മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ട് തന്നെ UAE-യുടെ വിനോദസഞ്ചാര സാമ്പത്തിക മേഖലകളെ വീണ്ടും ഉണർത്തുകയെന്ന ലക്ഷ്യത്തോടെയാണ് വിസ അനുവദിച്ചു തുടങ്ങിയതെന്ന് ദേശീയ മാധ്യമ ഏജൻസിയായ വാം റിപ്പോർട്ട് ചെയ്തു. ലോക്ക്ഡൌണിനെ തുടർന്ന് മാർച്ച് 17-നായിരുന്നു ഫെഡറൽ അതോറിറ്റി ഫോർ ഐഡന്റിറ്റി ആൻഡ് സിറ്റിസൺഷിപ്പ് ഡിപ്ലോമാറ്റിക് പാസ്പോർട്ട് ഉള്ളവർക്കൊഴികെ എല്ലാ വിസകളും നിർത്തലാക്കിയത്. എന്നാൽ സന്ദർശക വിസ അടുത്തിടെ പുനരാരംഭിച്ചിരുന്നു. ജനം, ദുബായ്. കുവൈറ്റിൽ കൊറോണ ബാധിച്ച ഒരു മലയാളി ഉൾപ്പെടെ 2 പേർ കൂടി മരിച്ചു. ആലപ്പുഴ ചേർത്തല സ്വദേശി ടോമി വർഗീസാണ് മരിച്ച മലയാളി. ഇതോടെ കൊറോണ ബാധിച്ച് മരിച്ച മലയാളികളുടെ എണ്ണം 62ആയി. അതേസമയം പുതുതായി 552 പേർക്ക് കൂടി കൊറോണ സ്ഥിരീകരിച്ചു. ഓഗസ്റ്റ് 2-ാം വാരം മുതൽ ആരംഭിച്ച കൊറോണ വാക്സിൻ പരീക്ഷണത്തിൽ 6000 പേരെ പങ്കെടുപ്പിച്ച് ബഹ്റൈൻ ലക്ഷ്യം പൂർത്തീകരിച്ചു. എന്നാൽ കൂടുതൽ ആളുകൾ പരീക്ഷണത്തിന്റെ ഭാഗമാകാൻ മുന്നോട്ട് വന്നിട്ടുള്ളതിനാൽ പരീക്ഷണം തുടരുമെന്ന് അധികൃതർ അറിയിച്ചിട്ടുണ്ട്. വാക്സിൻ സ്വീകരിച്ച എല്ലാ ആളുകളുടെയും ആരോഗ്യനില ആദ്യഘട്ടം മുതൽ ആരോഗ്യ മന്ത്രാലയത്തിന്റെ നിരീക്ഷണത്തിലായിരുന്നു. എന്നാൽ വാക്സിൻ സ്വീകരിച്ച ആർക്കും ആരോഗ്യ പ്രശ്നങ്ങൾ ഒന്നും കണ്ടില്ല എന്ന് ബഹ്റൈൻ ആരോഗ്യ മന്ത്രാലയം വ്യക്തമാക്കി. വാക്സിൻ പരീക്ഷണത്തിന് ഭാഗമാകാൻ സ്വദേശികളും വിദേശികളും അടക്കം ആയിരക്കണക്കിന് ആളുകളാണ് മുന്നോട്ട് വന്നത്. രാജ്യ താൽപര്യം മുന്നിൽ കണ്ട് വാക്സിൻ പരീക്ഷണത്തിനായി മുന്നോട്ട് വന്ന ആളുകളെയും ആരോഗ്യ പ്രവർത്തകരെയും ബഹ്റൈൻ ആരോഗ്യമന്ത്രി ഫൈക്ക ബിന്ത് അൽ സലേഹ അഭിനന്ദിച്ചു. സൂരജ് കുലശേഖരം, ജനം, ബഹ്റൈൻ. കുവൈറ്റിലെ ഇന്ത്യൻ എഞ്ചിനീയർമാരുടെ പ്രശ്നം സംബന്ധിച്ച് ഇന്ത്യൻ അംബാസിഡർ സിബി ജോർജ് കുവൈറ്റ് സൊസൈറ്റി ഓഫ് എഞ്ചിനീയേഴ്സ് അധികൃതരുമായി ചർച്ച നടത്തി. ഇന്ത്യൻ കമ്മ്യൂണിറ്റി വെൽഫെയർ ഫണ്ടിൽ നിന്നും ധനസഹായം ആവശ്യമുള്ളവർ അപേക്ഷയോടൊപ്പം കൃത്യമായ മേൽവിലാസവും ഫോൺ നമ്പറും രേഖപ്പെടുത്തണമെന്ന് എംബസി അറിയിച്ചു. കുവൈറ്റ് അസിസ്റ്റന്റ് വിദേശകാര്യമന്ത്രി അലി സുലൈമാൻ അൽ സായിദ്, കുവൈറ്റ് സൊസൈറ്റി ഓഫ് എഞ്ചിനീയേഴ്സ് മെമ്പർ സെക്രട്ടറി അലി മൊഹസിനി എന്നിവരുമായാണ് കുവൈറ്റിലെ ഇന്ത്യൻ സ്ഥാനപതി സിബി ജോർജ് കൂടിക്കാഴ്ച നടത്തിയത്. കുവൈറ്റിലെ ഇന്ത്യൻ എഞ്ചിനീയർമാർക്ക് വർക്ക് പെർമിറ്റ് പുതുക്കണമെങ്കിൽ എഞ്ചിനീയർ സൊസൈറ്റിയുടെ NOC വേണമെന്ന് മാൻ പവർ അതോറിറ്റി നിബന്ധന വെച്ചതോടെയാണ് എഞ്ചിനീയർമാർ പ്രതിസന്ധിയിലായത്. ഇന്ത്യയിലുള്ള NBA അക്രഡിറ്റേഷനുള്ള സ്ഥാപനങ്ങൾക്ക് മാത്രമേ കുവൈറ്റിന്റെ അംഗീകാരമുള്ളൂ. ഈ സ്ഥാപനങ്ങളിൽ നിന്ന് പഠിച്ചിറങ്ങിയവർക്കാണ് എഞ്ചിനീയർ സൊസൈറ്റി NOC നൽകുള്ളൂ. ഇത് സംബന്ധിച്ച അനിശ്ചിതത്വമാണ് പ്രധാനമായും ചർച്ച നടന്നത്. ഇന്ത്യൻ എഞ്ചിനീയർമാരുടെ പ്രശ്നങ്ങളും
പരാതികളും കേൾക്കുന്നതിനായി ഇന്ത്യൻ എംബസി സംഘടിപ്പിച്ച ഓപ്പൺ ഹൌസിൽ പ്രശ്നപരിഹാരത്തിനായി സാധ്യമായതെല്ലാം ചെയ്യുമെന്ന് സ്ഥാനപതി സിബി ജോർജ് ഉറപ്പ് നൽകിയിരുന്നു. അസിസ്റ്റന്റ് വിദേശകാര്യമന്ത്രിയുമായി നടത്തിയ കൂടിക്കാഴ്ചയിൽ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഉഭയകക്ഷി ബന്ധം കൂടുതൽ ശക്തമാക്കുന്നതിനെ സംബന്ധിച്ചും വിവിധ മേഖലകളിലെ സഹകരണം വിപുലീകരിക്കുന്നതിനെക്കുറിച്ചും ചർച്ചകൾ നടന്നു. അതേസമയം ഇന്ത്യൻ എംബസി കമ്മ്യൂണിറ്റി വെൽഫെയർ ഫണ്ടിൽ നിന്നും സഹായം ലഭിക്കുന്നതിനായി നിരവധി അപേക്ഷകളാണ് ലഭിക്കുന്നതെന്ന് എംബസി അറിയിച്ചു. എംബസി പരിസരത്തും ഫാഹേൽ, അബ്ബാസിയ, കുവൈറ്റ് സിറ്റി എന്നിവിടങ്ങളിലെ പാസ്പോർട്ട് സേവന കേന്ദ്രങ്ങളിൽ സ്ഥാപിച്ചിരിക്കുന്ന ബോക്സുകളിലാണ് ആവശ്യക്കാർ അപേക്ഷകൾ നിക്ഷേപിക്കുന്നത്. ലഭിക്കുന്ന അപേക്ഷകളുടെ സൂക്ഷ്മ പരിശോധനകൾക്കായി 3-അംഗ സമിതിയെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. എന്നാൽ ലഭിക്കുന്ന ചില അപേക്ഷകളിൽ പൂർണ്ണമായ വിലാസമോ ടെലിഫോൺ നമ്പറുകളോ ഇല്ലാത്തതിനാൽ അപേക്ഷകരുമായി ബന്ധപ്പെടാൻ സാധിക്കുന്നില്ലെന്നും ശരിയായ വിവരങ്ങൾ നൽകുവാൻ പ്രത്യേകം ശ്രദ്ധിക്കണമെന്നും എംബസി വാർത്താക്കുറിപ്പിൽ അറിയിച്ചു. ജനം, കുവൈറ്റ്. കുവൈറ്റിൽ കൊറോണ ബാധിച്ച ഒരു മലയാളി ഉൾപ്പെടെ 2 പേർ കൂടി മരിച്ചു. ആലപ്പുഴ ചേർത്തല സ്വദേശി ടോമി വർഗീസാണ് മരിച്ച മലയാളി. ഇതോടെ കൊറോണ ബാധിച്ച് മരിച്ച മലയാളികളുടെ എണ്ണം 62ആയി. അതേസമയം പുതുതായി 552 പേർക്ക് കൂടി കൊറോണ സ്ഥിരീകരിച്ചു. കൊറോണ ബാധയേറ്റ് ചികിത്സയിലായിരുന്ന ഒരു മലയാളി ഉൾപ്പെടെ 2 പേരാണ് ഇന്ന് മരണമടഞ്ഞത്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ജാബർ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്ന ടോമി വർഗീസാണ് മരിച്ച മലയാളി. 57 വയസ്സായിരുന്നു. ആലപ്പുഴ ചേർത്തല സ്വദേശിയാണ്. അൽഅറബി എനർജിക് ടെക് കമ്പനിയിലെ കരാർ ജീവനക്കാരനായിരുന്നു. മൃതദേഹം കൊറോണ മാനദണ്ഡങ്ങൾ പ്രകാരം സംസ്കരിച്ചു. ഇതോടെ രാജ്യത്തെ കൊറോണ മരണസംഖ്യ 592ആയി. കഴിഞ്ഞ 24 മണിക്കൂറിനിടയിൽ 4516 സാമ്പിളുകളാണ് ആരോഗ്യ മന്ത്രാലയം പരിശോധന നടത്തിയത്. ഇതിൽ 552 പേർക്ക് കൊറോണ സ്ഥിരീകരിച്ചതായി മന്ത്രാലയം അറിയിച്ചു. രാജ്യത്ത് ഇതുവരെ 7,25,025 പേരെ വൈറസ് പരിശോധനയ്ക്ക് വിധേയരാക്കിയിട്ടുണ്ട്. ഇതിൽ 1,01,851 പേർക്കാണ് രോഗം സ്ഥിരീകരിച്ചത്. പുതുതായി 620 പേർക്ക് കൂടി രോഗം ഭേദമായതോടെ രാജ്യത്താകെ കൊറോണ മുക്തരുടെ എണ്ണം 92,961ആയി. ഇന്ന് വൈറസ് സ്ഥിരീകരിച്ചതിൽ അധികവും 154 കേസുകളുമായി ഹവലിയിൽ നിന്നുമാണ്. ആരോഗ്യ മേഖല തിരിച്ച അഹമ്മദിയിൽ നിന്ന് 128 പേർക്കും ക്യാപിറ്റൽ ഗവർണറേറ്റിൽ നിന്ന് 113 പേർക്കും ഫർവാനിയിൽ നിന്നും 95 പേർക്കും ജഹ്റയിൽ നിന്നും 62 പേരിലുമാണ് ഇന്ന് രോഗം സ്ഥിരീകരിച്ചത്. ചികിത്സയിൽ തുടരുന്ന 8,298 പേരിൽ 101 പേർ തീവ്ര പരിചരണ വിഭാഗത്തിലാണെന്നും മന്ത്രാലയം അറിയിച്ചു. ജനം, കുവൈറ്റ്. കാനഡയിൽ കൊറോണ പരിശോധന കാര്യക്ഷമമാക്കുന്നതിന്റെ ഭാഗമായി ഒന്റാറിയോ പ്രവിശ്യയിൽ ടെസ്റ്റിംഗ് ഫാർമസികളിലും പരിശോധനാ സൗകര്യം ഒരുക്കിയതായി അധികൃതർ. കാനഡയിൽ നിന്നും ജനം TV പ്രതിനിധി അജീഷ് നായർ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. കോവിഡ്-19 വ്യാപനം രൂക്ഷമാവുന്ന സാഹചര്യത്തിൽ കാനഡയിലെ ഒന്റാറിയോ പ്രവിശ്യയിലെ ഫാർമസികളിൽ ടെസ്റ്റിംഗ് സൗകര്യം ആരംഭിച്ച വിവരം ആരോഗ്യമന്ത്രി ക്രിസ്ത്യൻ എലിയോട്ട് അറിയിച്ചിരിക്കുകയാണ്. ഇതുകൂടാതെ ഒമിനേർ വഴിയുള്ള ടെസ്റ്റിംഗ് സൗകര്യവും 3 ആശുപത്രികളിലായി ആരംഭിച്ചിട്ടുണ്ട്. വിമൻസ് കോളേജ്, മൗണ്ട് സീനായ് ഹോസ്പിറ്റൽ, ടൊറന്റോ യൂണിവേഴ്സിറ്റി ഹെൽത്ത് സിസ്റ്റം എന്നീ ആശുപത്രികളിലാണ് ഈ സൗകര്യം ഇപ്പോൾ ലഭ്യമാക്കിയിരിക്കുന്നത്. ശീതകാലത്തിന്റെ ആരംഭത്തിൽ സർക്കാരിന്റെ 2ാം ഘട്ട ടെസ്റ്റിംഗ് ഇനിഷ്യേറ്റീവിന്റെ തുടക്കമിട്ടുകൊണ്ടാണ് ഈ പുതിയ സൗകര്യങ്ങൾ ഇപ്പോൾ ഒരുക്കിയിരിക്കുന്നത്. കാനഡയിൽ നിന്നും ജനം TVക്ക് വേണ്ടി അജീഷ് നായർ. കൊറോണയെ അതിജീവിക്കാനുള്ള മരുന്ന് പരീക്ഷണ വിജയത്തിലേക്ക്. മിസോറിയിലെ സെന്റ് ലൂയിസിൽ നിന്നും ജനം TV പ്രതിനിധി അമൃത തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. കൊറോണയെ തടയാനുള്ള വാക്സിൻ പരീക്ഷണങ്ങൾ അതിന്റെ 3ാം ഘട്ടത്തിലെത്തിയെന്ന് അമേരിക്കൻ കമ്പനിയായ ജോൺസൺ ആൻഡ് ജോൺസൺ അറിയിച്ചു. അമേരിക്കയിലും മറ്റ് രാഷ്ട്രങ്ങളിലുമായി 60,000 പേരാണ് ഈ പരീക്ഷണങ്ങളിൽ ഏർപ്പെടുക. മുതിർന്നവരിൽ ഈ പരീക്ഷണങ്ങൾ സുരക്ഷിതമാണെന്ന് കണ്ടാൽ കുട്ടികളിലും ഇത് പരീക്ഷിക്കാൻ പദ്ധതിയുണ്ട്. വാക്സിൻ വിജയകരമാണോ എന്നറിയാൻ എത്ര നാൾ കാത്തിരിക്കണം എന്ന ചോദ്യത്തിന് ഡോക്ടർ ഫൗച്ചിയുടെ ഉത്തരം ഇതായിരുന്നു: ഇവിടെ സമയത്തിനല്ല പ്രാധാന്യം നൽകുന്നതെന്നും മറിച്ച് വിജയകരമായ അന്തിമ ഫലമാണ് തങ്ങളുടെ ലക്ഷ്യമെന്നും അദ്ദേഹം പറഞ്ഞു. വേഗത്തിൽ വാക്സിൻ നിർമ്മിക്കാൻ ട്രംപ് ഭരണകൂടത്തിന്റെ ഓപ്പറേഷൻ വാർപ്പ് സ്പീഡ് എന്ന പദ്ധതിയുടെ ഭാഗമായ ജോൺസൺ ആൻഡ് ജോൺസന്റെ ഈ നേട്ടം പ്രശംസനീയമാണ്. ഇതോടുകൂടി 4 കമ്പനികളാണ് വാക്സിൻ നിർമ്മാണത്തിന്റെ അന്തിമഘട്ടത്തിൽ എത്തി നിൽക്കുന്നത്. ആസ്ട്രസെനക്ക, ഫൈസർ, മൊഡേണ എന്നിവയാണ് മറ്റ് കമ്പനികൾ. അമേരിക്കയിൽ കൊറോണ മരണസംഖ്യ 2 ലക്ഷം കവിഞ്ഞ ഈ വേളയിൽ ഇത് ആശ്വാസം നൽകുന്ന ഒരു വാർത്തയാണെങ്കിലും ഈ സംഖ്യയിൽ ഇനിയും വർധനവുണ്ടാകുമെന്നത് ദുഃഖകരം തന്നെ. സെന്റ് ലൂയിസ്, മിസോറിയിൽ നിന്നും ജനം അമേരിക്കയ്ക്ക് വേണ്ടി അമൃത കടുങ്ങത്ത്. മികച്ച സന്നദ്ധ പ്രവർത്തനത്തിനുള്ള ഡോക്ടർ APJ അബ്ദുൽ കലാം പ്രഥമ പുരസ്കാരം റിയാദ് ഹെൽപ്പ് ഡെസ്കിന് സമ്മാനിച്ചു. ഗൾഫ് മലയാളി ഫെഡറേഷൻ ഏർപ്പെടുത്തിയതാണ് പുരസ്കാരം. മികച്ച സന്നദ്ധ പ്രവർത്തനം നടത്തുന്ന വ്യക്തികൾക്കും സംഘടനകൾക്കും വേണ്ടി ഗൾഫ് മലയാളി ഫെഡറേഷൻ ഏർപ്പെടുത്തിയ ഡോക്ടർ APJ അബ്ദുൽ കലാം പുരസ്കാരം റിയാദ് ഹെൽപ്പ് ഡെസ്കിന് സമ്മാനിച്ചു. കൊറോണ പടർന്നു പിടിച്ച സമയത്ത് രാപകൽ വ്യത്യാസമില്ലാതെ കൊറോണ ബാധിച്ചവരെ ആശുപത്രികളിൽ എത്തിച്ചും ഭക്ഷണവും മരുന്നും വീടുകളിൽ എത്തിച്ചു നൽകിയും നടത്തിയ സമാനതകളില്ലാത്ത പ്രവർത്തനം കണക്കിലെടുത്താണ് പുരസ്കാരം സമ്മാനിച്ചത്. സൗദി അറേബ്യയുടെ ദേശീയ ദിനത്തോടനുബന്ധിച്ച് നടത്തിയ പ്രത്യേക ചടങ്ങിൽ റിയാദ് ഹെൽപ്പ് ഡെസ്ക് കൂട്ടായ്മയിലെ 200ഓളം വരുന്ന അംഗങ്ങൾക്കുള്ള സർട്ടിഫിക്കറ്റുകളും വിതരണം ചെയ്തു. പ്രഥമ പുരസ്കാരദാന ചടങ്ങിൽ അബ്ദുൽ അസീസ് പവിത്രൻ, റാഫി പാങ്ങോട്, ജയൻ കൊടുങ്ങല്ലൂർ എന്നിവരും മറ്റ് ഭാരവാഹികളും പങ്കെടുത്തു. കനകലാൽ, ജനം, റിയാദ്.
വ്യത്യസ്തമായ ഒരു സാങ്കല്പിക ഒത്തുചേരലിന്റെ വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ തരംഗമാകുന്നു. കേരളത്തിൽ തൃശൂർ മണ്ണൂത്തി ഡോൺ ബോസ്കോ ഹയർ സെക്കൻഡറി സ്കൂളിൽ 1992 SSLC ബാച്ചിലെ പ്രവാസികളടങ്ങുന്ന വിദ്യാർത്ഥികളാണ് നിരവധി പുതുമകളടങ്ങിയ ഈ ദൃശ്യാവിഷ്കാരത്തിന് പിന്നിൽ. പൂരങ്ങളുടെയും പെരുന്നാളുകളുടെയും പുലിക്കളിയുടെയും ഒക്കെ നാടാണ് നമ്മുടെ തൃശ്ശൂര്. ആ തൃശ്ശൂരിന്റെ പൈതൃകത്തിന് ഒഴിച്ചു നിർത്താനാവാത്തൊരു സ്ഥാനമാണ് മണ്ണുത്തിയിലെ ഡോൺ ബോസ്കോ. ലോകം കൊറോണയുടെ പിടിയിൽ അമർന്നുകൊണ്ടിരിക്കുമ്പോൾ സാങ്കല്പിക ഒത്തുചേരലുകളുടെ പല വീഡിയോകളും സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നുണ്ട്. അതിനിടയിലാണ് കൊറോണക്കാലത്തെ സൗഹൃദ വീതികൾ എന്ന പേരിൽ കൊറോണ ബോധവൽക്കരണം കൂടി ലക്ഷ്യമിടുന്ന തരത്തിൽ സാങ്കല്പിക ഒത്തുചേരൽ ആവിഷ്കരിക്കാൻ തൃശൂർ മണ്ണുത്തി ഡോൺ ബോസ്കോ ഹയർ സെക്കൻഡറി സ്കൂളിലെ 1992 SLC ബാച്ചിലെ വിദ്യാർത്ഥികൾ തീരുമാനിക്കുന്നത്. സോഷ്യൽ ഡിസ്റ്റൻസിങ്, കുറച്ച് ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യാൻ എല്ലാവരായിട്ടും, പിന്നെ നമ്മൾ എപ്പോഴും മാസ്ക് യൂസ് ചെയ്തുകൊണ്ടിരിക്കണം, പിന്നെ സാനിറ്റൈസർ. സ്കൂളിൽ സഹപാഠികളായിരുന്നവരിൽ ഏറെക്കുറെ മുഴുവൻ പേരെയും ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഇത് തയ്യാറാക്കിയിരിക്കുന്നത്. ഞങ്ങൾ എല്ലാവരും കൂടെ കൂട്ടായ ഒരു തീരുമാനമെടുത്തു. Why don't we do something which will be benefited for the public? ഇവരിൽ ഭൂരിഭാഗം പേരും പ്രവാസികളാണ്. കൊറോണയ്ക്കെതിരായ പോരാട്ടത്തിനുതകുന്ന അറിവുകളും ആശയങ്ങളും ഓരോ പൂർവ്വ വിദ്യാർത്ഥിയും ഉദ്ബോധിപ്പിക്കുന്ന രീതിയിലാണ് ഇതിന്റെ ചിത്രീകരണം നിർവഹിക്കപ്പെട്ടിട്ടുള്ളത്. ദൃശ്യ സംയോജനത്തിനായി ഒരു എഡിറ്ററുടെ സേവനം തേടിയതൊഴികെ ഈ ദൃശ്യാവിഷ്കാരത്തിന്റെ ആശയവും സംഭാഷണങ്ങളും അവതരണവുമെല്ലാം ഈ സുഹൃത്തുക്കൾ തന്നെയായിരുന്നു. ജനം, ദുബായ്. അമേരിക്കൻ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിന്റെ പ്രചാരണം അവസാന ഘട്ടത്തിലേക്ക്. ഡെൻവറിൽ നിന്നും വേണുപ്രസാദ് തോട്ടത്തിൽ തയ്യാറാക്കിയ റിപ്പോർട്ട്. ലോകത്തിലെ ഏറ്റവും പഴക്കം നിന്ന ജനാധിപത്യ രാഷ്ട്രമായ അമേരിക്കയിലെ 45ാമത്തെ പ്രസിഡന്റിനെ തിരഞ്ഞെടുക്കാനുള്ള തിരഞ്ഞെടുപ്പ് പ്രചാരണം അതിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് കടന്നിരിക്കുമ്പോൾ സ്ഥാനാർത്ഥികൾ ഓരോ സംസ്ഥാനങ്ങൾ സന്ദർശിച്ച് വോട്ടുകൾ ഉറപ്പിക്കുന്നതിനുള്ള തിരക്കിലാണ്. റിപ്പബ്ലിക്കൻ സ്ഥാനാർത്ഥിയും ഇപ്പോഴത്തെ പ്രസിഡന്റുമായ ഡൊണാൾഡ് ട്രംപും മുൻ വൈസ് പ്രസിഡന്റും ഡെമോക്രാറ്റിക് സ്ഥാനാർത്ഥിയുമായ ജോ ബൈഡനും തമ്മിലുള്ള പോരാട്ടത്തിലെ പ്രചരണത്തിൻ്റെ അവസാന ഘട്ടത്തിലെ 3 പ്രസിഡൻഷ്യൽ ഡിബേറ്റ് അഥവാ സംവാദം സെപ്റ്റംബർ 29, ഒക്ടോബർ 15, ഒക്ടോബർ 22 തീയതികളിലായി നടക്കും. സെപ്റ്റംബർ 29 ക്ലീവ്ലാൻഡിലെ കേസ് വെസ്റ്റേൺ റിസർവ് യൂണിവേഴ്സിറ്റിയിൽ നടക്കുന്ന ആദ്യ സംവാദത്തിലേക്ക് തിരഞ്ഞെടുത്തിരിക്കുന്ന വിഷയങ്ങൾ ട്രംപിൻ്റെയും ബൈഡൻ്റെയും ഭരണ മികവുകൾ, സുപ്രീം കോർട്ട്, COVID-19, സമ്പദ് വ്യവസ്ഥ, റേസ് ആൻഡ് വയലൻസ്, അതുമാതിരി തന്നെ ദേശീയോദ്ഗ്രഥനം എന്നീ വിഷയങ്ങളാണ്. വിധിയെഴുത്തിൽ വോട്ട് ചെയ്യുന്ന പകുതിയിലധികം വോട്ടർമാരും വീക്ഷിക്കുമെന്ന് കരുതുന്ന സംവാദത്തിൽ മുൻകൈ നേടാൻ 2 സ്ഥാനാർത്ഥികളും തങ്ങളുടെ ആവനേഴിയിലെ മൂർച്ചയേറിയ അസ്ത്രങ്ങൾ പ്രയോഗിക്കുമെന്ന് ഉറപ്പാണ്. ഡൊണാൾഡ് ട്രംപിന് മുമ്പുള്ള 3 പ്രസിഡന്റുമാരും ബറാക് ഒബാമ, ജോർജ് ബുഷ്, ബിൽ ക്ലിൻ്റൺ എന്നിവർ 2ാം വട്ടവും പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ടെങ്കിൽ ട്രംപ് 2ാം വട്ടവും തിരഞ്ഞെടുക്കപ്പെടുമോ അതോ ജോ ബൈഡൻ പ്രസിഡന്റാവുമോ എന്ന് ലോകം ഉറ്റുനോക്കുന്നു. എന്തുതന്നെയായാലും അമേരിക്കയുടെ അടുത്ത കമാൻഡർ ഇൻ ചീഫ് ആരെന്നറിയാൻ ഇനി 40 ദിവസം, അതായത് നവംബർ 3-ാം തീയതി വരെ കാത്തിരുന്നാൽ മതി. പ്രസിഡന്റ് ആരായാലും അമേരിക്കയെയും ലോകത്തെയും നല്ല നിലയിൽ മുന്നോട്ട് നയിക്കാൻ കഴിയട്ടെ എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് ജനം അമേരിക്കയ്ക്ക് വേണ്ടി ഡെൻവറിൽ നിന്നും വേണുപ്രസാദ് തോട്ടത്തിൽ. ലയൺസ് ക്ലബ്ബ് ഇന്റർനാഷണലിന്റെ ഹോം ബൗണ്ട് മിഷന്റെ ഭാഗമായി ദുബായ് എമറാൾഡ് ചാപ്റ്ററും ദുബായ് ഡയമണ്ട് ചാപ്റ്ററും ചേർന്ന് നിരാലംബരായ 100 കണക്കിന് പ്രവാസികളെ സൗജന്യമായി നാട്ടിലെത്തിക്കുന്ന പദ്ധതിയുടെ ഭാഗമായി ഷാർജയിൽ നിന്നും ഹൈദരാബാദിലേക്ക് 16 പേരെ കൂടി നാട്ടിലെത്തിച്ചു. യാത്രാ ചെലവ് വഹിക്കാനാകാത്ത, ജോലി നഷ്ടപ്പെട്ടവർ, ഗർഭിണികൾ, വയോധികർ, അടിയന്തര ചികിത്സ ആവശ്യമുള്ളവർ തുടങ്ങിയവർക്കാണ് സൗജന്യ യാത്രയ്ക്ക് സൗകര്യമൊരുക്കിയത്. ടിക്കറ്റും കൊറോണ PCR ടെസ്റ്റ് അടക്കമുള്ള എല്ലാ സഹായങ്ങളും നൽകിയാണ് നാട്ടിലെത്തിച്ചത്. ജനം TVയുടെ സഹകരണത്തോടെയാണ് ഹോം ബൗണ്ട് മിഷൻ പദ്ധതി നടപ്പാക്കുന്നത്. ആപ്പിൾ കമ്പനിയുടെ പുതിയ ഉൽപ്പന്നം ആപ്പിൾ വാച്ച് സീരീസ് 6 വിപണിയിലിറക്കി. പുതിയ സംവിധാനം ഉൾപ്പെടുത്തിയാണ് സീരീസ് 6 ലോഞ്ച്. വാഷിംഗ്ടണിൽ നിന്നും അനിത നായർ തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. ഒരുപാട് സവിശേഷതകളുമായി ആപ്പിൾ വാച്ച് സീരീസ് 6 വിപണിയിലെത്തി. ആപ്പിൾ വാച്ച് ഉപഭോക്താക്കൾക്ക് പുതുമയുള്ളതല്ല. എന്നാൽ സമൂലമായ കുതിപ്പോടെ മറ്റു സീരീസിൽ നിന്നും വ്യത്യസ്തമായ പല സംവിധാനങ്ങളും ഈ സീരീസിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. രക്തത്തിലെ ഓക്സിജൻ അളവ് നിരീക്ഷണം ഒരു എടുത്തു പറയേണ്ടതായ സവിശേഷതയാണ്. COVID-19 സാധ്യതാ സൂചനകൾ ഇതുകൊണ്ട് സാധ്യമാകും.
ഇതുമൂലം പൊതുവായ എയറോബിക് ഫിറ്റ്നസും അളക്കാൻ സാധിക്കും. ഇതുകൂടാതെ ECG അളക്കൽ, ഹാൻഡ് വാഷ് ട്രാക്കിംഗ്, സ്ലീപ്പ് ട്രാക്കിംഗ്, സിറി സംവിധാനം, ആപ്പിൾ മ്യൂസിക്കിൽ നിന്നും 70 മില്യണിൽ പരം പാട്ടുകൾ, മാപ്പ് സംവിധാനം, ആപ്പ് സ്റ്റോറിൽ 1000-ൽ പരം ആപ്പുകൾ, റിമോട്ട് കൺട്രോൾ സംവിധാനങ്ങൾ എന്നിവയും എടുത്തു പറയേണ്ടതായ സവിശേഷതകളാണ്. വില 40,000 മുതൽ 44,000 ഇന്ത്യൻ രൂപ. സാങ്കേതികമായി എന്നും മികച്ചു നിൽക്കുന്ന ആപ്പിൾ കമ്പനി വിപണിയിൽ ഇറക്കിയ നല്ലൊരു ഉൽപ്പന്നമാണ് ആപ്പിൾ വാച്ച് സീരീസ് 6. ജനം അമേരിക്കയ്ക്ക് വേണ്ടി അനിത നായർ. മഹാകവി അക്കിത്തം അച്യുതൻ നമ്പൂതിരിക്ക് ജ്ഞാനപീഠ പുരസ്കാരം സമർപ്പിച്ചു. പാലക്കാട് കുമരനെല്ലൂരിലെ കവിയുടെ വസതിയിൽ സാംസ്കാരിക വകുപ്പ് മന്ത്രി AK ബാലനാണ് പുരസ്കാരം നൽകിയത്. മുഖ്യമന്ത്രി പിണറായി ഓൺലൈൻ വഴി പരിപാടി ഉദ്ഘാടനം ചെയ്തു. കൊറോണ പശ്ചാത്തലത്തിൽ ലളിതമായ ചടങ്ങുകളോടെയാണ് മഹാകവി അക്കിത്തം അച്യുതൻ നമ്പൂതിരിക്ക് ജ്ഞാനപീഠ പുരസ്കാരം സമർപ്പിച്ചത്. കവിയുടെ വസതിയായ ദേവായനത്തിൽ നടന്ന ചടങ്ങ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഓൺലൈൻ വഴി ഉദ്ഘാടനം ചെയ്തു. 20-ാം നൂറ്റാണ്ടിന്റെ ഇതിഹാസം കമ്മ്യൂണിസ്റ്റ് വിരുദ്ധമല്ലെന്നും ചൂഷണ വ്യവസ്ഥയ്ക്ക് എതിരാണെന്നും അദ്ദേഹം പറഞ്ഞു. ഇന്നും ഏതൊരു ഇന്ത്യൻ എഴുത്തുകാരനും ആദരപൂർവ്വം ആഗ്രഹിക്കുന്ന സാഹിത്യ പുരസ്കാരമാണല്ലോ ജ്ഞാനപീഠം. ഭാരതീയ സാഹിത്യത്തിലെ ഉന്നത ശീർഷരായ എഴുത്തുകാർക്ക് ലഭിച്ച ഈ പുരസ്കാരം ഇപ്പോഴും അക്കിത്തത്തെ തേടിയെത്തും. നമ്മൾ മലയാളികളെ സംബന്ധിച്ചിടത്തോളം മലയാള ഭാഷയിലേക്ക് വരുന്ന 6ാമത്തെ പുരസ്കാരമാണ്. പ്രശസ്ത കലിഗ്രാഫിസ്റ്റ് നാരായണ ഭട്ടതിരി 15 ഭാഷകളിൽ അക്കിത്തത്തിന്റെ പേര് ആലേഖനം ചെയ്ത ഷാള് ചടങ്ങിൽ അദ്ദേഹത്തെ അണിയിച്ചു. ജ്ഞാനപീഠ പുരസ്കാര സമിതി അധ്യക്ഷ പ്രതിഭ റായ്, ET മുഹമ്മദ് ബഷീർ MP, MT വാസുദേവൻ നായർ തുടങ്ങിയവർ ഓൺലൈനിലൂടെ ആശംസ അറിയിച്ചു. സാഹിത്യകാരൻ മാടമ്പ് കുഞ്ഞുകുട്ടൻ, VT ബലറാം MLA, കവി പ്രഭാവർമ്മ തുടങ്ങിയവർ പങ്കെടുത്ത ചടങ്ങിൽ കവി അക്കിത്തത്തിന്റെ മകൻ വാസുദേവൻ മറുപടി പ്രസംഗം നടത്തി. കൊറോണ പശ്ചാത്തലത്തിൽ ചടങ്ങുകൾ ലളിതമായിരുന്നെങ്കിലും ചരിത്ര മുഹൂർത്തത്തിനാണ് കവിയുടെ വസതിയായ ദേവായനവും മലയാളക്കര ഒന്നടങ്കവും സാക്ഷ്യം വഹിച്ചത്. ടീം ജനം, പാലക്കാട്. ബഹ്റൈനിൽ പൊതുസ്ഥലങ്ങളിൽ മാസ്ക് ധരിക്കാത്തവർക്കുള്ള പിഴ 20 ദിനാറായി വർദ്ധിപ്പിച്ചു. കൊറോണ വ്യാപനം വർദ്ധിക്കുന്ന സാഹചര്യത്തിലാണ് ഇത്തരം ശക്തമായ നടപടികൾ സ്വീകരിക്കുന്നത്. ബഹ്റൈനിൽ പൊതുസ്ഥലങ്ങളിൽ മാസ്ക് ധരിക്കാത്തവർക്കുള്ള പിഴ 20 ദിനാറായി വർദ്ധിപ്പിച്ചു. ആഭ്യന്തരമന്ത്രി ഷെയ്ഖ് റാഷിദ് ബിൻ അബ്ദുള്ള അൽ ഖലീഫയാണ് ഇക്കാര്യം അറിയിച്ചത്. നിലവിൽ 5 ദിനാറാണ് പിഴ. നിയമ നടപടികൾ സ്വീകരിക്കുന്നതിന് പബ്ലിക് പ്രോസിക്യൂഷന് കൈമാറും. പൊതുസ്ഥലങ്ങളിലും വ്യാപാര സ്ഥാപനങ്ങളിലും മാസ്ക് ധരിക്കണമെന്നത് നിർബന്ധമാണ്. അഷൂറ അവധി ദിനങ്ങൾക്ക് ശേഷം രാജ്യത്ത് കൊറോണ കേസുകൾ ഗണ്യമായി വർദ്ധിച്ചതായിട്ടാണ് നാഷണൽ ടാസ്ക് ഫോഴ്സ് അധികൃതർ പത്രസമ്മേളനത്തിൽ വ്യക്തമാക്കിയത്. 2 ആഴ്ച അതീവ നിർണായക സാഹചര്യമാണെന്ന് ആരോഗ്യ മന്ത്രാലയവും അറിയിച്ചിരുന്നു. അതിന് പിന്നാലെയാണ് നിയമലംഘകർക്കെതിരെ കർശന നടപടി സ്വീകരിക്കാൻ തീരുമാനമായിരിക്കുന്നത്. ഒക്ടോബർ 1 വരെ അതീവ ജാഗ്രത പാലിക്കണമെന്നാണ് അധികൃതരുടെ നിർദ്ദേശം. അതേസമയം ബഹ്റൈനിൽ കൊറോണ ബാധിതരായ 750 പേർ കൂടി രോഗമുക്തരായി. ഇതോടെ രാജ്യത്ത് ആകെ രോഗമുക്തരായവരുടെ എണ്ണം 60,117 ഉയർന്നു. സെപ്റ്റംബർ 23-ന് 24 മണിക്കൂറിനിടെ 10,997 പേരിൽ നടത്തിയ പരിശോധനയിൽ പുതുതായി 612 പേർക്ക് കൂടി രോഗം സ്ഥിരീകരിച്ചു. ഇവരിൽ 111 പേർ പ്രവാസി തൊഴിലാളികളാണ്. മറ്റുള്ളവർക്ക് സമ്പർക്കത്തിലൂടെയും വിദേശത്ത് നിന്ന് എത്തിയത് വഴിയുമാണ് രോഗം പകർന്നിരിക്കുന്നത്. നിലവിൽ 6,666 പേരാണ് രാജ്യത്ത് കൊറോണ ബാധിച്ച് ചികിത്സയിൽ കഴിയുന്നത്. ചികിത്സയിലുള്ളവരിൽ 54 പേരുടെ ആരോഗ്യനില ഗുരുതരമായി തുടരുകയാണ്. ഇന്നലെ മരണപ്പെട്ട 3 സ്വദേശികളും ഒരു പ്രവാസിയുമടക്കം 231 പേർക്കാണ് ഇതുവരെ ആകെ രാജ്യത്ത് വൈറസ് ബാധയിൽ ജീവൻ നഷ്ടമായത്. സൂരജ് കുലശേഖരം, ജനം, ബഹ്റൈൻ. ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 70ാം ജന്മദിനത്തോടനുബന്ധിച്ച് ഇന്ത്യൻ പീപ്പിൾസ് ഫോറം അബുദാബി സംഘടിപ്പിച്ച രക്തദാന ക്യാമ്പ് ജനപങ്കാളിത്തം കൊണ്ട് ഏറെ ശ്രദ്ധേയമായി. അബുദാബി ബ്ലഡ് ബാങ്കിന്റെ സഹകരണത്തോടെ നടന്ന പരിപാടിയിൽ 200-ലധികം രക്തദാതാക്കൾ പങ്കെടുത്തു.
ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 70ാം ജന്മദിനത്തോടനുബന്ധിച്ച് ഇന്ത്യൻ പീപ്പിൾസ് ഫോറം അബുദാബി രക്തദാന ക്യാമ്പ് സംഘടിപ്പിച്ചു. ആരാധ്യനായ ഭാരതത്തിന്റെ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിജിയുടെ 70ാമത് ജന്മദിനം ആഘോഷവുമായി ബന്ധപ്പെട്ട് അബുദാബി ഇന്ത്യൻ പീപ്പിൾ ഫോറം സംഘടിപ്പിച്ചിരിക്കുന്ന ഇറ്റ്സ് ഫോർ മൈ PM എന്ന ഹാഷ്ടാഗോടുകൂടിയുള്ള ബ്ലഡ് ഡൊണേഷൻ ക്യാമ്പയിനാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. പരിപാടിയിൽ സ്ത്രീകളും തൊഴിലാളികളും അടക്കം സമൂഹത്തിലെ വിവിധ മേഖലകളിൽ നിന്നുള്ള 200-ലേറെ രക്തദാതാക്കൾ പങ്കെടുത്തു. അബുദാബി ബ്ലഡ് ബാങ്കിന്റെ സഹകരണത്തോടെയാണ് ക്യാമ്പ് ഒരുക്കിയിരുന്നത്. കൊറോണയുടെ പശ്ചാത്തലത്തിൽ രക്തത്തിന് കുറവ് അനുഭവപ്പെടാനുള്ള സാഹചര്യം കണക്കിലെടുത്തായിരുന്നു ക്യാമ്പ് സംഘടിപ്പിച്ചത്. 70 लोगों के लिए प्लान किया था. हमारी सफलता इतनी अच्छी रही कि हम लोग 300 तक इन आदमी लोग का डोनेशन दिया. IPF ഭാരവാഹികളായ രഘു TG, ജിതേഷ് നായർ, അഭിലാഷ് ജി പിള്ള, അരിൻ കുളത്തിൻകര, ഭൗതിക് വൈദ്യ തുടങ്ങിയവർ ക്യാമ്പിന് നേതൃത്വം നൽകി. വർഷങ്ങളായി IPF അബുദാബി രക്തദാന ക്യാമ്പ് സംഘടിപ്പിക്കാറുണ്ട്. ജനം, അബുദാബി. പ്രവാസി നേരം ഇവിടെ പൂർണ്ണമാവുകയാണ്. ഇനി അല്പസമയത്തിനകം പ്രവാസി ഡിബേറ്റ് കാണാം. നമസ്തേ.